കോഴിക്കോട് കോട്ടൂളിയിലെ വസതിയിലെ റിയാസിന്റെ വസതിയിലെ റെയ്ഡ് അവസാനിച്ചിരിക്കുന്നു. അവിടെ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷെ അവിടെയും പ്രവർത്തകർ പുറത്തുണ്ട്. അവിടെ എന്താണ് കാര്യം? അഞ്ജന സുകുമാരൻ, ഇപ്പോൾ അഞ്ജന, എനിക്ക് തോന്നുന്നു പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് പുറത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വസതിയിൽ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് വെല്ലുവിളിയായി സ്വീകരിച്ച് അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. കോഴിക്കോടും കണ്ണൂരും റെയ്ഡ് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കണ്ണൂരാണിത്, കണ്ണൂര് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് പ്രവർത്തകർ. അങ്ങനെയാണെങ്കിൽ നേതാക്കൾ തന്നെ ഇടപെട്ട് അവിടെ ഒരു സമാധാനം ഉണ്ടാക്കേണ്ടി വരും. കോഴിക്കോട് പക്ഷേ ഉദ്യോഗസ്ഥർക്ക്, എനിക്ക് തോന്നുന്നു പ്രവർത്തകർ കുറച്ച് പുറകിലേക്ക് മാറുന്നതായ ദൃശ്യങ്ങളിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് റെയ്ഡ് അവസാനിപ്പിച്ച ശേഷം അവിടെ ആ ഉദ്യോഗസ്ഥർ മടങ്ങിയേക്കാം. അവിടെ നിന്നുള്ള വിവരങ്ങൾ ആവശ്യമുണ്ട്. അഞ്ജന സുകുമാരൻ അവിടെ ഉണ്ട്, അഞ്ജനയെ ലഭ്യമാക്കണം. കണ്ണൂരിൽ അതേസമയം തന്നെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. കോമ്പൗണ്ടിനകത്ത്, പിണറായി വിജയന്റെ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് പി ജയരാജനും MV ജയരാജനും വി ശിവദാസനും KK രാഗേഷും അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. അവർ ഇപ്പോൾ സംസാരിക്കുകയാണ് ED ഉദ്യോഗസ്ഥരുമായി. ED ഉദ്യോഗസ്ഥർ അവരോട് സംസാരിച്ച് ഏതൊരു ധാരണ ഉണ്ടാക്കിയാലാണ് അവിടുത്തെ, കാരണം സംഘർഷമില്ലാതെ ആ ഉദ്യോഗസ്ഥർക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. എന്തായാലും വലിയ രോഷത്തിലാണ് അവിടെ പ്രവർത്തകർ. വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. കണ്ണൂരാണിത്, കണ്ണൂര് ഓർത്ത് കളിച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പ്രവർത്തകരെ ശാന്തരാക്കുക എന്നുള്ളത് നേതാക്കൾ ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അതേസമയത്ത് കോഴിക്കോട് നിന്ന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വസീഫ് അടക്കമുള്ള നേതാക്കളുണ്ട് അവിടെ. അവിടെയും ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ട്. സംഘർഷം അവിടെയും അവസാനിക്കേണ്ടതുണ്ട്. അഞ്ജന, റെയ്ഡ് അവസാനിച്ചിരിക്കുന്നു. അവർക്ക് ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞോ? ഉദ്യോഗസ്ഥർ റെയ്ഡ് അവസാനിപ്പിച്ച് കാറുകളിൽ കയറിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും 2 കാറുകളിലായിട്ടായിരുന്നു വന്നിരുന്നത്. 2 കാറുകളിലേക്കും ഉദ്യോഗസ്ഥർ കയറിയിട്ടുണ്ട്. അല്പം മുമ്പാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കാറുകളിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ അവർ ഇറങ്ങാൻ നിന്ന സമയത്ത് പ്രവർത്തകരും നേതാക്കളും അവരെ കടത്തിവിടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് നീങ്ങിയിരിക്കുന്നു. പ്രവർത്തകരെ നീക്കി ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ വന്ന വാഹനം ഇതാ റിയാസിന്റെ, മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ED ഉദ്യോഗസ്ഥർ ഇതാ പുറത്തേക്ക് പോകുന്നു. അവർ 2 കാറുകളിലായി പുറത്തേക്ക് പോകുന്നു. അപ്പം ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവരും ഇപ്പോൾ പോവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂർ സമയത്തോളമാണ് ഈ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഈ പ്രവർത്തകരും നേതാക്കളുമൊക്കെ തടിച്ചുകൂടി വലിയ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളുമൊക്കെയായി പ്രതിഷേധിച്ചത്. അത് ആദ്യം മുതൽക്ക് തന്നെ, ഈ റെയ്ഡ് ആരംഭിച്ച ഘട്ടം മുതൽക്ക് തന്നെ ഈ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് അത് റിയാസിന്റെ വീട്ടിൽ നിന്നും കോട്ടൂളി ജംഗ്ഷനിലേക്ക് ഉൾപ്പെടെ ഒരു വലിയ പ്രതിഷേധ മാർച്ചും പ്രവർത്തകർ നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ നിന്നും ഈ പരിശോധന പൂർത്തിയാക്കി ഇവിടെ നിന്നും ഈ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു റെയ്ഡായിരുന്നു ഇവിടുത്തേത്. അത് റിയാസിന്റെ മാതാപിതാക്കളും ഒപ്പം തന്നെ മക്കളും ഉൾപ്പെടെ ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആഹാരമോ വെള്ളമോ നിയമസഹായം പോലും നൽകാൻ സാധിക്കാത്തവണ്ണം അവരെ പിടിച്ചു വെക്കുന്നു, മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇവിടുത്തെ പ്രതിഷേധം. ഇപ്പോൾ വസീഫ് ഉൾപ്പെടെ നേതാക്കൾ റിയാസിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു വശത്ത് വലിയ രീതിയിൽ ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. വാഹനം കടത്തിവിടുകയാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രദീപ് കുമാർ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം കടത്തിവിടാൻ കഴിയുന്നുണ്ട്. അവിടെ മറ്റ് പ്രശ്നങ്ങളില്ലാതെ തന്നെ വാഹനം പുറത്തേക്ക് പോവാണ്. പ്രവർത്തകർ അവിടെ ശാന്തരായിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നു. അവിടെ പ്രവർത്തകർ ഇപ്പോൾ പക്ഷേ നേരെ വണ്ടിയുടെ മുമ്പിലാണ്, വാഹനത്തിന് മുകളിൽ അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വീണ്ടും സംഘർഷത്തിലേക്ക് പോകും. കോഴിക്കോട് ED ഉദ്യോഗസ്ഥരുടെ വാഹനം CPM പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നു. നേതാക്കൾ അവരെ അടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ED ഉദ്യോഗസ്ഥരുടെ വാഹനം കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ വീടിന് മുമ്പിൽ കോട്ടൂളിയിൽ EDയുടെ വാഹനം തടഞ്ഞിരിക്കുന്നു CPM പ്രവർത്തകർ. കോഴിക്കോടും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ED ഉദ്യോഗസ്ഥരുടെ വാഹനം CPM പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നു കോഴിക്കോട് കോട്ടൂളിയിൽ. പറഞ്ഞതാണ് ഉദ്യോഗസ്ഥരെ കടത്തിവിടണമെന്ന്, അവരെ തടയേണ്ടതില്ല, വാഹനം കടത്തിവിടണമെന്ന് നേതാക്കൾ ഉൾപ്പെടെ
കോഴിക്കോട് നിന്നുള്ള കോട്ടൂളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥർ വന്ന വാഹനം തടഞ്ഞിരിക്കുകയാണ്. അവരെ കടത്തിവിടുന്നില്ല. ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട ഗേറ്റിന്റെ അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റിയിരുന്നുവെങ്കിലും ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. പ്രദീപ് കുമാർ അടക്കമുള്ള നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ വാഹനം തടഞ്ഞിരിക്കുകയാണ്. ഈ മുഹമ്മദ് റിയാസിന്റെ വീടിന് മുമ്പിൽ CPM പ്രവർത്തകർ EDയുടെ വാഹനം തടഞ്ഞിരിക്കുകയാണ്. നേതാക്കൾ ഇടപെട്ട് അവിടെ നിന്ന് പ്രവർത്തകരെ നീക്കണം. എന്തായാലും ഒരു അല്പസമയം അതിനെടുക്കുമെന്ന് തോന്നുന്നു. കോഴിക്കോടും സംഘർഷ സാഹചര്യമുണ്ട്. ED ഉദ്യോഗസ്ഥർ വന്ന വാഹനം CPM പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കൾ അവരെ പരമാവധി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ ശാന്തരാക്കാൻ നേതാക്കൾ ഇടപെടുന്നുണ്ട്. പ്രദീപ് കുമാർ അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്. ആ വാഹനം മുമ്പോട്ടെടുക്കേണ്ട മെഹബൂബ് CPMന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ആ വാഹനത്തിന് മുമ്പിൽ നിന്ന് വാഹനം കടന്നുപോകാൻ വഴിയൊരുക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. DYFI പ്രവർത്തകരെ ഒരു സൈഡിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാഹനം മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വാഹനം റോഡ് ക്ലിയർ ചെയ്തിരിക്കുന്നു. വാഹനം മടങ്ങി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ് അടക്കമുള്ള നേതാക്കൾ പ്രവർത്തകരെ നിയന്ത്രിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM പ്രവർത്തകർ വെച്ച ഫ്ലക്സ് ആണ് കാണുന്നത്. ഇതിലും വലിയ വേട്ടയാടലുകൾ കണ്ടതാണ് എന്ന ഫ്ലക്സിൽ എഴുതുന്നു. കോഴിക്കോട് നിന്ന് ഇപ്പോൾ EDയുടെ വാഹനത്തിന്റെ മുമ്പിൽ നിന്ന പ്രവർത്തകരെ അവിടെ നേതാക്കൾ ഇടപെട്ട് നീക്കിയിരുന്നു. എന്നാലും കുറച്ച് പാടാണ് വാഹനം അങ്ങോട്ട് കടന്നു പോകാൻ. പ്രവർത്തകർ നിയന്ത്രിക്കപ്പെടുന്നു. അവിടെ മെഹബൂബ് അടക്കമുള്ള നേതാക്കളെ പ്രദീപ് കുമാർ അടക്കമുള്ളവർ വാഹനം കടത്തിവിടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. 2 വാഹനങ്ങളാണ് ED ഉദ്യോഗസ്ഥരുടെ വാഹനം. അത് ഏതാണ്ട് കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങുകയാണ്. പ്രവർത്തകരെ അല്പം ശാന്തരാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. EDക്ക് മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നിന്ന് മടങ്ങാൻ കഴിഞ്ഞിരിക്കുകയാണ്. നേതാക്കൾ ഇടപെട്ട് വാഹനം മുമ്പോട്ട് എടുക്കാൻ പോലീസും ഉണ്ട്. നേതാക്കളും പോലീസും ചേർന്ന് വാഹനം പുറത്തേക്ക് ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. കണ്ണൂരിൽ പക്ഷെ അത്രയും അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് 2 വാഹനങ്ങൾ ED ഉദ്യോഗസ്ഥർ വന്ന 2 വാഹനങ്ങളും കോഴിക്കോട് ആ ഗേറ്റിന് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. CPM പ്രവർത്തകരുടെ പ്രതിഷേധം നേരിട്ടുകൊണ്ട് തന്നെയാണ്. അതേസമയം കണ്ണൂരിൽ ഇനി പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിച്ച് അവരെ അവിടെ നിന്ന് മാറ്റിയാലാണ് കണ്ണൂരിൽ ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുക. സംസ്ഥാന വ്യാപകമായി CPM പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ്. Okay.